അങ്ങനെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ ടൈമായി. ലാസ്റ്റ് ഇയർ യൂസ് ചെയ്ത ട്രീയും ഡെക്കറേഷൻസും പിന്നെ ഈ ഇയർ നമ്മൾ വാങ്ങിച്ച ഐറ്റംസും എല്ലാം കൂടെ വെച്ച് തുടങ്ങാം. ട്രീ അങ്ങനെ ഓപ്പൺ ചെയ്തു. രണ്ടാളും കൂടെ ഇരുന്നിട്ട് ബ്രാഞ്ചസ് ഒക്കെ സെറ്റാക്കായിരുന്നു. കുഞ്ഞു ട്രീ ആയതുകൊണ്ട് ഒരുപാട് പണിയൊന്നും ഉണ്ടായിരുന്നില്ല. ഓൾറെഡി ലൈറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഓർണമെന്റ് സെറ്റിംഗ് മാത്രമേ ഉണ്ടായുള്ളൂ. അതാണ് എൻ്റെ ഫേവറേറ്റ് പാർട്ടും. കഴിഞ്ഞ വർഷത്തെയും പിന്നെ ഈ വട്ടം വാങ്ങിച്ചതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത് ആഡ് ചെയ്തിട്ടു. കുറച്ച് ഓവറായെന്നൊരു സംശയം, എന്നാലും കുഴപ്പമില്ല. കയ്യിലുള്ളത് മൊത്തം അതിൽ നിറച്ച് കുത്തി കയറ്റിയിട്ടിട്ടുണ്ട്. ട്രീയുടെ പരിപാടിയൊക്കെ നമ്മൾ ഏകദേശം അങ്ങനെ ഫിനിഷ് ആക്കി. ഇനി നമുക്കൊരു കുഞ്ഞ് ബാൽക്കണിയും കൂടെ ഉണ്ട്. അവിടെയും നമ്മൾ കുറച്ച് ഫെയറി ലൈറ്റ്സ് ഒക്കെ ഇട്ടു. ഈ സാന്റിക്ലോസിന് നല്ല ക്യൂട്ടായിട്ടുള്ള ഡോർ ഡെക്കോറും ഫിറ്റ് ചെയ്തു. ഈ ഒരു സ്റ്റാർ എവിടെയോടെ എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞങ്ങൾ. നല്ല രസമുണ്ട് കാണാൻ. അപ്പോഴാണ് നമ്മുടെ ഈ വുഡൻ്റെ കുറച്ച് ബീംസ് നമ്മുടെ വീടിൻ്റെ ഉള്ളിലുണ്ട്, അതിൽ കൊളുത്തിടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതും അങ്ങനെ സെറ്റാക്കി. സോഫയ്ക്ക് പുതിയ ത്രോയും പില്ലേഴ്സൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് കുറച്ചുകൂടി ഒന്ന് കളറാക്കാം. ഇപ്പം നോക്കി ഏകദേശം ഒരു ക്രിസ്മസ് വൈബ് ആയിട്ടുണ്ട് നമ്മുടെ ലോഞ്ച് മൊത്തം. അപ്പം നമുക്കൊരു ട്രാൻസിഷൻ വീഡിയോ ആയാലോ? ലൈറ്റ്സ് ഒക്കെ ഓണാക്കിയപ്പോൾ അടിപൊളിയായിരുന്നു കാണാനായിട്ട്. പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു ആ ബാൽക്കണിയിലെ കുഞ്ഞ് ലൈറ്റ്സ് ഒക്കെ ഓൺ ചെയ്തിട്ട്. അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ ട്രാൻസിഷൻ? ഈ ക്രിസ്മസ് വൈബിൽ കുറച്ച് വൈനും കൂടെ ചിയേഴ്സ് ആക്കിയാലോ? അങ്ങനെ നമ്മൾ രണ്ടാളും കൂടെ ഒരു വൈനൊക്കെ പൊട്ടിച്ച് ചിയേഴ്സ് അടിച്ച് ഒരു പ്ലം കേക്കും കട്ട് ചെയ്ത് നമ്മുടെ ഈവനിങ് അങ്ങനെ കളറാക്കി. അപ്പോൾ എങ്ങനെയാ, എല്ലാവരും ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റാക്കിയില്ലേ?